ഇന്ത്യ ചൈന വ്യാപാരം ലിബുലേഖ് ചുരം വഴി പറ്റില്ല എന്ന് നേപ്പാൾ. അന്യായമായ അവകാശവാദം എന്ന മറുപടിയുമായി ഇന്ത്യ. കാലാപാനി ലിബുലേഖ് ലിംബിയാഥുര മേഖലയിലൂടെ കടന്നുപോകുന്ന ഹിമാലയൻ ചുരം വഴി ഇന്ത്യ ചൈന വ്യാപാരം വീണ്ടും തുറക്കുന്നതിനെ നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം എതിർത്തിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് പ്രസ്താവന വന്നത്. കാഠ്മണ്ഡു ഭൂപടവും ചരിത്ര ഉടമ്പടികളും ഉദ്ധരിച്ച് ഈ പ്രദേശം നേപ്പാളിനുള്ളിലാണ് എന്നത് ഇവർ സ്ഥിരീകരിക്കുന്നു. ഇന്ത്യയുടെ നിലപാട് സ്ഥിരതയുള്ളതും വ്യക്തവുമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യ ചൈന വ്യാപാരം വീണ്ടും പുനരാരംഭിക്കുന്നതിനെ നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം എതിർത്തതിനെ തുടർന്നാണ് ഇന്ത്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് സ്ഥിരവും വ്യക്തവുമാണ് എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 1954 ലിബുലേഖ് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം ആരംഭിച്ചതാണ്. ഇത് പതിറ്റാണ്ടുകളായി നടന്നുവരുന്നു. കോവിഡ്, മറ്റ് സംഭവ വികാസങ്ങൾ എന്നിവ കാരണം വ്യാപാരം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ തടസ്സപ്പെട്ടിരുന്നു. രണ്ട് രാജ്യങ്ങളും അത് പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. അതിർത്തി പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കുന്നതിന് നേപ്പാളുമായി ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് ഇന്ത്യ സന്നദ്ധമാണ് എന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. എന്നാൽ മഹാകാളി നദിയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ലിംബിയാഥുര, ലിബുലേഖ്, കാലാപാനി എന്നിവ നേപ്പാളിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണ് എന്നാണ് നേപ്പാൾ സർക്കാർ വ്യക്തമാക്കിയത്. ഇവ നേപ്പാളി ഭൂപടത്തിലും ഭരണഘടനയിലും ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. സിക്കിം, പശ്ചിമബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി നേപ്പാൾ 1850 കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്നുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി ദില്ലിയിൽ വിശദമായ ചർച്ചകൾ നടന്നു. അതിനുശേഷം ചൊവ്വാഴ്ച പുറത്തിറക്കിയ സംയുക്ത രേഖയിലാണ് ലിബുലേഖ് പാസ്, ഷിപ്തില പാസ്, നാഥുല പാസ് എന്നിങ്ങനെ 3 നിർദ്ദിഷ്ട വ്യാപാര കേന്ദ്രങ്ങളിലൂടെ അതിർത്തി വ്യാപാരം വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചതായി രണ്ട് രാജ്യങ്ങളും അറിയിച്ചത്. എന്നാൽ ലിബുലേഖ് വഴിയുള്ള അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നതിനുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും പ്രഖ്യാപനത്തെക്കുറിച്ച് നേപ്പാളി മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. പ്രസ്തുത പ്രദേശത്ത് റോഡുകൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ അതിർത്തി വ്യാപാരം പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് എന്ന് നേപ്പാൾ സർക്കാർ ഇന്ത്യൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ പ്രദേശം നേപ്പാളിന്റെ ഭാഗമാണെന്ന് ചൈനീസ് സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. ചരിത്രപരമായ ഉടമ്പടികൾ, വസ്തുതകൾ, ഭൂപടം, മറ്റ് തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ നേപ്പാൾ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലോക് ബഹദൂർ ഛേത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 2020 ജൂൺ 18 തന്ത്രപ്രധാനമായ ലിബുലേഖ്, കാലാപാനി, ലിംബിയാഥുര പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി നേപ്പാൾ രാഷ്ട്രീയ ഭൂപടം പുതുക്കിയത്. ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയാണ് ഇത് ചെയ്തത്. നേപ്പാളിന്റെ പ്രാദേശിക അവകാശവാദങ്ങളുടെ കൃത്രിമ വിപുലീകരണം അനുവദനീയമല്ല എന്ന് ജയ്സ്വാൾ ഇതിനെ ഏകപക്ഷീയമായ പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ചു. ലിബുലേഖ, കാലാപാനി, ലിംബിയാഥുര എന്നിവ ഇന്ത്യയുടേതാണ് എന്ന് ഇന്ത്യ പറയുന്നു. നേപ്പാളിന്റെ എതിർപ്പുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ ജയ്സ്വാൾ സ്ഥിരീകരിച്ചു. പ്രാദേശിക അവകാശവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം അവകാശവാദങ്ങൾ ന്യായീകരിക്കാവുന്നതോ ചരിത്രപരമായ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ളതോ അല്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഏകപക്ഷീയമായ ഏതെങ്കിലും കൃത്രിമ പ്രാദേശിക അവകാശവാദങ്ങൾ അംഗീകരിക്കാനാവില്ല. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും അംഗീകരിച്ച അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നേപ്പാളുമായി ക്രിയാത്മകമായ ഇടപെടലിന് ഇന്ത്യ തയ്യാറാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്. ഈ ഓണത്തിന് ഗുബു നന്ദുരുച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.